എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ശബരിമല യാത്രയിലായിരുന്നു. ഇപ്പോൾ പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പമ്പയിൽ ഹിൽ ടോപ്പിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. ഹിൽ ടോപ്പിലെ വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാം, നല്ല തിരക്കാണ് ഇന്ന് ശബരിമലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പമ്പാ നദി അതിൻ്റെ രൗദ്രഭാവത്തിൽ തന്നെയാണ് ഒഴുകുന്നത്. അയ്യപ്പന്മാരൊക്കെ പമ്പയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ടില്ലേ നമ്മുടെ പമ്പയുടെ രൗദ്രഭാവത്തിലുള്ള ഒഴുക്ക്. ഒരു അയ്യപ്പ ഭക്തനെ പോലും പമ്പാ നദിയിൽ കുളിക്കാൻ അനുവദിക്കുന്നില്ല. അതുപോലെ ഒഴുക്കാണ്. പോലീസുകാർ വടം കെട്ടി അയ്യപ്പന്മാർ പമ്പാ നദിയിൽ ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പമ്പയിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് കുളിക്കുവാൻ വേണ്ടി പ്രത്യേക ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പമ്പയിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പമ്പ ഗണപതി ഭഗവാനെ കാണുവാൻ വേണ്ടി കയറാൻ തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് കാണുന്ന സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നത് പമ്പ ഗണപതിയുടെ മുന്നിലേക്കാണ്. ഗണപതി ഭഗവാനെ വണങ്ങുവാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പമ്പ ഗണപതിയെ കാണുവാൻ വേണ്ടി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി ചെല്ലുകയാണ്. പമ്പ ഗണപതി ഭഗവാന്റെ തൊട്ടടുത്ത് കാണുന്ന ദൃശ്യങ്ങളെല്ലാം അതിമനോഹരം തന്നെയാണ്. പന്തളം മഹാരാജാവ് വേട്ടയ്ക്കായി വനത്തിൽ പോയപ്പോൾ അയ്യപ്പനെ കിട്ടിയതിൻ്റെ പ്രതീകാത്മകമായ ഒരു പിക്ചറൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ അതിസുന്ദരം തന്നെയാണ്. കാട്ടുമൃഗങ്ങളും പുലിയും എല്ലാം തൊട്ടടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നയന മനോഹരമായ കാഴ്ചയാണ്. ഇവിടുന്ന് മുകളിലേക്ക് കയറി ചെല്ലുന്നത് പമ്പ ഗണപതി അമ്പലത്തിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. വർണ്ണിച്ചാലും മതി വരില്ല. അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പമ്പ ഗണപതി ഭഗവാനെ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഇവിടെ നാളികേരം ഉടച്ച് വിഘ്നങ്ങളൊക്കെ തീർത്ത് ഞങ്ങൾ പമ്പ ഗണപതിയെ കാണുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ കൂടിക്കോളൂ.